വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേവ് ലെങ്ത് ഓഫ് സൗണ്ട് വേവ്സ് ഓഫ് ഫ്രീക്വൻസി 210 ഹെർട്സ് ഈസ് 7 മീറ്റർ ഇൻ വാട്ടർ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ? ഇത് 2022 7 മാർക്ക്, അതായത് എസ്എ ക്വസ്റ്റനായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യമേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സൗണ്ട് വേവിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ ആദ്യമേ എടുത്തെഴുതുക. അതായത് ഇത് തന്നിരിക്കുന്നത് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് വേവ്സ് ഓഫ് ഫ്രീക്വൻസി 210 ഹെർട്സ് ഈസ് 7 മീറ്റർ ഇൻ വാട്ടർ. അപ്പോൾ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അതായത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 210 ഹെർട്സ് ആണ്. അതുപോലെ വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട് 7 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്തെഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് ലഭിക്കും. ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? വി ആണ്, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വേവിൻ്റെ വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇത് മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് വി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്താണ് വരുന്നത്? V is equal to 210 into 7 which is equal to 1470 with യൂണിറ്റ്. അത് എഴുതണം. യൂണിറ്റ് എന്താണ്? സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതുന്നതിനും 1 മാർക്ക് കിട്ടും. അപ്പോൾ അത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാം. ബാക്കി മാർക്ക് വരുന്നത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനും പിന്നെ ആൻസർ വിത്ത് യൂണിറ്റിനുമാണ്. അപ്പോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഈ മോഡലിലുള്ള 1-2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത് ഓഫ് ദി വേവ്സ് ജനറേറ്റഡ് ബൈ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 500 ഹെർട്സ്. ദി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നോക്കി അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് വേവ് ലെങ്ത് ആണ്. സൗണ്ട് വേവിൻ്റെ വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 500 ഹെർട്സ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു 1 മാർക്ക് ചോദ്യവും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി? യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഹെർട്സ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റനിലേക്ക് കിടക്കാം. സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്താണ്? എടുത്ത് എഴുതണം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 500 ഹെർട്സ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാംഡ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ ആദ്യം എഴുതുക. വി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഓർത്ത് വെക്കുക. ഇവിടെ വി, ഇത് എഫ്, ലാംഡ. സോ വി എന്താണെന്ന് ചോദിച്ചാൽ വി മറച്ചു പിടിക്കുക. എന്താണ് കിട്ടുക? എഫ് ഇൻറ്റു ലാംഡ നമുക്ക് കിട്ടും. അതുപോലെ എഫ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? എഫ് നമ്മൾ മറച്ചു പിടിക്കുക. അപ്പോൾ എന്ത് കിട്ടും? വി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് കിട്ടും. അതുപോലെ ലാംഡ എന്താണെന്ന് ചോദിച്ചാൽ ലാംഡ മറച്ചു പിടിക്കുക. സോ വി ഡിവൈഡഡ് ബൈ എഫ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഇനി അഥവാ ഓർക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഫോം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് വി ചോദിച്ചാലും എഫ് ചോദിച്ചാലും ലാംഡ ചോദിച്ചാലും വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു 340 ഡിവൈഡ് ബൈ 500 വിച്ച് ഈസ് ഈക്വൽ ടു 0.68. ഇനി വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് അല്ലേ? ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ വരുന്നത്? മീറ്റർ ആണ് വരുന്നത്. സോ യൂണിറ്റ് ഈസ് മീറ്റർ. സോ ദ ആൻസർ ഈസ് 0.68 മീറ്റർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രീക്വൻസി. ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് വേവ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 600 നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നാനോമീറ്റർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആ നാനോമീറ്റർ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പം നാനോമീറ്റർ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ
10⁻⁹ മീറ്ററാണ്. 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁹ നാനോമീറ്റർ. അപ്പോൾ 600 വേവ് ലെങ്ത് 600 നാനോമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതണം? 600 ഇൻറ്റു ഈ നാനോമീറ്ററിന് പകരം എന്ത് കൊടുക്കണം? അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ദാറ്റ് ഈസ് 600 ഇൻറ്റു 10⁻⁹ മീറ്റർ. ഇനി തന്നിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി തന്നിട്ടുണ്ട് 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതുക. വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. അതിൻ്റെ അകത്ത് എഫ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? വി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് എഴുതാം. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഫ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 10⁻⁹. അപ്പോൾ ഇത് നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ ഇത് ബ്രാക്കറ്റ് കൊടുക്കണം. 3 ഇൻറ്റു 10⁸ പിന്നെ ഡിവൈഡഡ് ബൈ കൊടുക്കുക. അതിനുശേഷം 600 അടുത്ത ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? 600 ഇൻറ്റു 10⁻⁹ എന്ന് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 5 ഇൻറ്റു 10⁻14 ഹെഡ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയിലെ ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എഴുതണം. ഹെഡ്സ് ആണ് യൂണിറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ദാറ്റ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ ആൻഡ് എ ഫ്രീക്വൻസി ഓഫ് 170.5 ഹെഡ്സ്. അപ്പം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് എ സൗണ്ട്. അപ്പോൾ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ വേവ് ലെങ്ത്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 170.5 ഹെഡ്സ്. നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 170.5 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 341 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു മോഡലും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ 1/250 പകരം 1/200 എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ട്യൂണിംഗ് ഫോർക്ക് മേക്സ് 1 കംപ്ലീറ്റ് വൈബ്രേഷൻ ഇൻ 1/250 സെക്കൻഡ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്, ഫൈൻഡ് ദി വേവ് ലെങ്ത് ഓഫ് ദി സൗണ്ട് വേവ്സ് ഗിവൺ ഔട്ട് ബൈ ദി ട്യൂണിംഗ് ഫോർക്ക്. അപ്പോൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തെഴുതണം? വി ബൈ എഫ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി തന്നിട്ടുണ്ട്. സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പക്ഷേ ഫ്രീക്വൻസി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇതിൽ തന്നിട്ടില്ല. പക്ഷേ അതിന് പകരം തന്നിരിക്കുന്നത് എന്താണ്? എ ട്യൂണിംഗ് ഫോർക്ക് മേക്സ് 1 കംപ്ലീറ്റ് വൈബ്രേഷൻ ഇൻ 1/250 സെക്കൻഡ്. സെക്കൻഡ് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു ടൈം ആണല്ലോ അല്ലേ? അത് ടൈം പീരീഡാണ്. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 1/250. അപ്പോൾ നോക്കിയേ, ടൈം പീരീഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? കാരണം ഈ ചോദ്യത്തിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ട്യൂണിംഗ് ഫോർക്ക് മേക്സ് 1 കംപ്ലീറ്റ് വൈബ്രേഷൻ ഇൻ 1/250 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരിയഡ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കുന്ന ടൈം ആണ് 1/250 സെക്കൻഡ്. സോ ടി ഈസ് ഈക്വൽ ടു 1/250 സെക്കൻഡ് ആണ്. ഇനി ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കണം. എഫ് ഈസ് ഈക്വൽ ടു 1/t ഓർ ടി ഈസ് ഈക്വൽ ടു 1/f. ഇതാണ് ചോദ്യം. എഫ് ഈസ് ഈക്വൽ ടു 1/t ഓർ ടി ഈസ് ഈക്വൽ ടു 1/f. ഇതാണ് ഇക്വേഷൻ. ടി നമുക്ക് തന്നിട്ടുണ്ടല്ലോ 1/250. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 250 ആണ് എഫ് എന്ന് പറയുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു 250 ഹെഡ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു 1/250 സെക്കൻഡ് ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? 250 ഹെഡ്സ് ആണ്. വെലോസിറ്റി 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? വി ബൈ എഫ്. ദാറ്റ് ഈസ് 340 divided by 250. So the answer is 1.36 meter. ഇനി സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒപ്റ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന 1-2 മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 centimeter is placed at a distance of 35 centimeter from an object. Find the position of the image and its magnification. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. ആ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോൺകേവ് ലെൻസ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒബ്ജക്റ്റിൽ നിന്ന് 35 സെൻറ്റിമീറ്റർ അകലെയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതായത് ഒബ്ജക്റ്റും
ഈ ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 35 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില 1-2 ക്വാണ്ടിറ്റീസ് മനസ്സിലാക്കുക. അതായത് ഇതാണൊരു കോൺകേവ് ലെൻസ്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ഈ ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അഥവാ യു. ഇനി നമുക്ക് ഒരു ഇമേജ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഞാൻ കോൺവെക്സ് ലെൻസിൻ്റെ കേസാണ് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന കോൺകേവ് ആണ്. ഇപ്പോൾ ഇമേജ് കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ഇവിടെ ഇമേജ് ഇവിടെയാണ് കിട്ടിയതെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇതേ സൈഡിൽ തന്നെയാണ് നമുക്ക് ഇമേജ്, ലെൻസിൻ്റെ അതേ സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നതെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കോൺകേവ് ലെൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ: കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് നെഗറ്റീവാണ്. അതുപോലെ കോൺവെക്സ് ലെൻസിൻ്റെ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്തെഴുതുക. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എത്രയാണ്? -20 സെൻറ്റിമീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 35 സെൻറ്റിമീറ്റർ ഫ്രം ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിൻ്റെ അകലമാണ് പറയുന്നത്, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിൽ നിന്ന് 35 സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് നെഗറ്റീവാണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്. എന്നാൽ കോൺവെക്സ് ലെൻസാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ F is equal to -20 സെൻറ്റിമീറ്റർ, U is equal to -35 സെൻറ്റിമീറ്റർ. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. ഇപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മാഗ്നിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്. അതായത് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് എത്രമാത്രം എൻലാർജ്ഡ് ആണ്, ഒന്നുകിൽ എത്രമാത്രം വലുതായി, അല്ലെങ്കിൽ എത്രമാത്രം ചെറുതായി, അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്തെഴുതുക. അപ്പോൾ അതിന് 1 മാർക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മളുടെ ലെൻസ് ഫോർമുലയാണ് എഴുതേണ്ടത്. 1/v - 1/u is equal to 1/f. ഇതിൻ്റെ അകത്ത് എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്ത്, യു ഇസ് ദി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി ഇസ് ദി ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 1/v ഞാൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തി. അതിനുശേഷം 1/f, ഈ -1/u ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? +1/u എന്ന് വരും. ഇനി ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. u × 1 is equal to u. ഇനി f × 1 is equal to f ഡിവൈഡഡ് ബൈ f × u. അപ്പോൾ 1/v ആണ് u + f ഡിവൈഡ് ബൈ f × u എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ v എന്ന് പറഞ്ഞാൽ എന്താകും? ഇത് മുകളിൽ പോകും, ഇത് താഴേക്കും വരും അല്ലേ? സോ uf ഡിവൈഡ് ബൈ, അതായത് u × f ഡിവൈഡ് ബൈ u + f ആണ്. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. u എന്താണ്? -35, f എന്ന് പറഞ്ഞാൽ -20 ഡിവൈഡഡ് ബൈ -35 + -20. ഇപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻസർ കിട്ടുമ്പോൾ എന്ത് വരും? v is equal to -12.72 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് ഒരു കോൺകേവ് ലെൻസിൽ നിന്നും 35 സെൻറ്റിമീറ്റർ അകലെയായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ആണുള്ളത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്താണ്? -35, അതായത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇമേജ് എവിടെ കിട്ടിയത്? -12.72 അല്ലേ? നമുക്ക് ഇമേജ് എന്ന് പറയുന്നത് എവിടെ കിട്ടി? 12 സെൻറ്റിമീറ്റർ, 12.72 സെൻറ്റിമീറ്റർ അകലെയായിട്ട് അതേ സൈഡിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണ്? നെഗറ്റീവാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് സെയിം സൈഡ് ആയതുകൊണ്ട് -12.72 സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താണ്? m is equal to v/u, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട് മാഗ്നിഫിക്കേഷന്, ദാറ്റ് ഈസ് hi/ho, അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. പക്ഷേ ഇവിടെ ഹൈറ്റിനെ പറ്റിയൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. m is equal to v/u. v നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു, -12.72, ആൻഡ് u എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, -35. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.364 എന്ന നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് in contact with a concave lens of focal length 15 centimeter. Find out the effective focal length and power of the combination. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണെന്ന് നോക്കുക.
ഒന്ന് കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ എന്ന് എഴുതി, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ത് എഴുതി, -15 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് 1 ഇക്വേഷൻ ഓർത്ത് വെക്കുക, 1/f ഇസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/f ഇസ് ഈക്വൽ ടു, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, അതായത് ഇതാണ് 1 ഇൻറ്റു f2, അതായത് f2 പ്ലസ് 1 ഇൻറ്റു f1 ഡിവൈഡഡ് ബൈ f1 ഇൻറ്റു f2. ഇനി എഫ് കാണാനായിട്ട് എന്ത് ചെയ്യണം, ഇത് മുകളിൽ പോകും, ഡിനോമിനേറ്റർ ഉള്ളത് താഴേക്കും വരും, ന്യൂമറേറ്റർ ഉള്ളത് താഴേക്ക് വരും. സോ f1 ഇൻറ്റു f2 ഡിവൈഡഡ് ബൈ f2 പ്ലസ് f1. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക, 20 ഇൻറ്റു -15 ഡിവൈഡ് ബൈ 20 പ്ലസ് -15 വിച്ച് ഈസ് ഈക്വൽ ടു -60 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താണ്, പവർ ഓഫ് ദി കോമ്പിനേഷൻ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, പവറിൻ്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു 1/f ആണ്. ഇനി പവറിൻ്റെ ഇതിൻ്റെ ഡയോപ്റ്റർ ആണ് ഇതിൻ്റെ യൂണിറ്റ്. അത് പ്രീവിയസ് ഇയറിൽ 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ ഓഫ് ദി ലെൻസ്? ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ ക്യാപിറ്റൽ D എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ P ഈസ് ഈക്വൽ ടു 1/f ആണല്ലോ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എന്താണ്, -60 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഫോക്കൽ ലെങ്ത്തിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ സെൻറ്റിമീറ്ററിലേക്ക് ഇട്ടിരിക്കുന്നത്, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഞാൻ ഫോക്കൽ ലെങ്ത്തിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, ദാറ്റ് ഈസ് -0.6 മീറ്റർ. ഇനി നമുക്ക് പവറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഈസ് ഈക്വൽ ടു -1/0.6. So answer is -1.67 D. D is the unit of the lens, that is diopter. Next question. Find the power of the combination of a convex lens of focal length 10 cm and a concave lens of focal length 20 cm. ഇപ്പോൾ ഈ ക്വസ്റ്റനൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യുക, കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അപ്പോൾ എപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്താലും ഈ ഒരു സ്റ്റെപ്പ് മറക്കല്ല. ആദ്യമേ എന്താണ് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതണം, അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ എഴുതണം, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഫൈനൽ ആൻസർ കിട്ടിക്കഴിഞ്ഞ് വിത്ത് യൂണിറ്റ് ആണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫൈൻഡ് ദി പവർ ഓഫ് ദി കോമ്പിനേഷൻ. അപ്പോൾ പവറല്ലേ കണ്ടുപിടിക്കേണ്ടത്. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, P ഈസ് ഈക്വൽ ടു 1/f. ഓർത്തിരിക്കുക, ആ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും കോമ്പിനേഷൻ്റെ പവറാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കിയേ, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഇനി കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് -20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്, 1/f ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇതിന് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇവിടെ ഞാൻ എഴുതുവാണ്. F ഈസ് ഈക്വൽ ടു f1 ഇൻറ്റു f2 ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2. ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 10 ഇൻറ്റു -20 ഡിവൈഡ് ബൈ 10 പ്ലസ് -20 വിച്ച് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ഇനി സെൻറ്റിമീറ്ററിൽ കിട്ടിയത് കൊണ്ട് നമ്മളതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് 20 ഡിവൈഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ. ഇനി നമ്മൾ പവറാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. പവർ ഓഫ് ദിസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ P ഈസ് ഈക്വൽ ടു 1/f. F ഈസ് ദി ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഈസ് 0.2 മീറ്റർ. സോ 1/0.2 ഈസ് ഈക്വൽ ടു 5D. D ഈസ് ദി ഡയോപ്റ്റർ, യൂണിറ്റ് ഓഫ് പവർ ഓഫ് ദി ലെൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ഈസ് കമ്പൈൻഡ് വിത്ത് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത്തുള്ള ഒരു കോൺവെക്സ് ലെൻസും
അടുത്തത് ഒരു കോൺകേവ് ലെൻസ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ പവർ ചോദിച്ചിട്ടില്ല, അപ്പോൾ ഫോക്കൽ ലെങ്ത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് എഴുതുക. എന്താണ് F1? F1 എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കാം കേട്ടോ. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് F1, വിച്ച് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? -15 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈക്വലൻ്റ് എഫക്റ്റീവ് ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/f ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. അപ്പോൾ f ഈസ് ഈക്വൽ ടു f1 ഇൻറ്റു f2 ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ആൻസർ 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മതി. ഇനി സപ്പോസ് പവർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ 30യെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് 1/f എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A concave lens of focal length 15 cm is placed at a distance of 25 cm from an object. Find the position of the image and its magnification. അപ്പോൾ ഈ ഒരു ലെൻസിൻ്റെ ഭാഗത്തെ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തില്ലേ, ആ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാവരും പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ് തന്നിരിക്കുന്നത്? എന്താണെന്ന് നോക്കിയേ. കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ കോൺകേവ് ലെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. സോ എഫ് ഇസ് ഈക്വൽ ടു -15 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 സെൻറ്റിമീറ്റർ ഫ്രം ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്നും എത്ര അകലെയാണ്? 25 സെൻറ്റിമീറ്റർ അകലെയാണ്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് അകലെയാന്ന് ചോദിച്ചാൽ എന്താ അവിടെ തന്നിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u ആണ് തന്നിരിക്കുന്നത്. സോ u ഇസ് ഈക്വൽ ടു -25 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇനി ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി ഇമേജ്, അതായത് ഇമേജ് ഡിസ്റ്റൻസ് v ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? മാഗ്നിഫിക്കേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ ലെൻസ് ഫോർമുല എഴുതുക. 1/v - 1/u ഇസ് ഈക്വൽ ടു 1/f. ഇതിൻ്റെ അകത്ത് നിന്ന് 1/v ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/f. ഈ -1/u ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് വരും? +1/u ആകും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ v കിട്ടുമ്പോൾ എന്ത് വരും? v ഇസ് ഈക്വൽ ടു fu ഡിവൈഡ് ബൈ f + u. ഇതൊക്കെ നേരത്തെ ചെയ്തതാണ്, ഒന്നും കൂടി നോക്കുക കേട്ടോ. സോ -15 ഇൻറ്റു -25 ഡിവൈഡ് ബൈ -15 പ്ലസ് -25. ആൻസർ ഈസ് -9.37 സെൻറ്റിമീറ്റർ. ഇനി മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ v/u. അപ്പോൾ v എത്രയാണ്? -9.37. u എത്രയാണ്? -25. അത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 0.3748. അതായത് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ 1നേക്കാൾ താഴെയാണ് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നതിൽ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും ഇമേജ്. 1 ആണ് കിട്ടുന്നതെങ്കിൽ ഒബ്ജക്റ്റും ഇമേജും സെയിം സൈസ് ആയിരിക്കും. 1നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഒബ്ജക്റ്റിനേക്കാൾ ലാർജർ സൈസ് ആയിരിക്കും ഇമേജ്. ഇനി തേർഡ് യൂണിറ്റ് എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 2 resistors 24 ohm are connected in parallel and the combination is then connected in series with 8 ohm. Find effective resistance. അപ്പോൾ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. 24 ohm 24 ohm അല്ലേ? 24 2 റെസിസ്റ്റേഴ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 2 റെസിസ്റ്റേഴ്സ് 24 ohm ആർ കണക്റ്റഡ് ഇൻ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ എന്താണ്? ഈ ഒരു കോമ്പിനേഷൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 8 ohm റെസിസ്റ്റൻസ്. ഒരു 8 ohm റെസിസ്റ്റൻസുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഇക്വേഷൻ പഠിക്കണം. 2 റെസിസ്റ്റൻസ് പാരലാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ഈസ് 1/r is equal to 1/r1 plus 1/r2. ഇനി അതെല്ലാം സീരീസ് ആയിട്ടാണ് 2 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് r is equal to r1 plus r2. അപ്പോൾ ഈ ഒരു 2 ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം. ഇനി അഥവാ പ്രോബ്ലം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ അറിയില്ല എങ്കിലും ഈ ഒരു ഇക്വേഷനെങ്കിലും എഴുതി വെക്കുമ്പോൾ നമുക്ക് അതിന് 2 അല്ലെങ്കിൽ 3 മാർക്ക് ഇതിന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ എഴുതുക. 24 ohm ആൻഡ് 24 ohm ആർ ഇൻ പാരലൽ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി 2 പാരലായിട്ടാണ് 2 റെസിസ്റ്റൻസ് എങ്കിൽ എന്താ നമുക്ക് കിട്ടും? 1/r is equal to 1/r1 plus 1/r2 which is equal to
1/24 പ്ലസ് 1/24. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തില്ലേ, ഇതുപോലെ തന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് R എത്രയാണെന്ന് കണ്ടുപിടിച്ച് എന്ത് വരും, R1 × R2 / R1 + R2 എന്ന് കിട്ടും. അപ്പം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R1 എന്താണ് 24 × R2 എത്രയാണ് 24 / 24 + 24. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 12 ഓം ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും സെയിം റെസിസ്റ്റൻസ് തന്നെ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ, സെയിം റെസിസ്റ്റൻസ് ആണ് പാരലായിട്ട് വരുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് അവയുടെ പകുതി ആയിരിക്കും ആൻസർ വരുന്നത് 12 ഓം. അതായത് ഇപ്പോൾ ഇവിടെ 12 ഓം രണ്ട് റെസിസ്റ്റൻസ്, സെയിം റെസിസ്റ്റൻസ് നമുക്ക് പാരലായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസർ ഉറപ്പായിട്ട് നമുക്ക് 6 ഓം എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആ 12 ഓം എന്തുമായിട്ട് സീരീസ് ആണ്, 8 ഓമുമായിട്ട് സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. സോ R = R1 + R2, ദാറ്റ് ഈസ് 12 ഓം + 8 ഓം = 20 ഓം എന്ന ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 resistors 24 ohm and 12 ohm are connected in parallel and the combination is then connected in series with 8 ohm. Find the effective resistance. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതൊക്കെയാണ്, 24 ഓമും 12 ഓമും എന്താണ് പാരലലാണ്. ഇനി ഈ ഒരു കോമ്പിനേഷൻ 8 ഓം റെസിസ്റ്റൻസുമായിട്ട് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ പാരലായിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നത് 8 ഓമുമായിട്ട് എന്താണ് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എഴുതുക, 1/R = 1/R1 + 1/R2, അല്ലെങ്കിൽ R = R1 × R2 / R1 + R2. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് കാൽക്കുലേറ്ററിലാണെങ്കിൽ ഇങ്ങനെ കിട്ടും, 1/R = 1/8 കിട്ടും. സോ R = എന്താണ് 8 ഓം. അപ്പോൾ 8 ഓം കിട്ടി. ആ 8 ഓം എന്തുമായിട്ട് സീരീസ് ആണ്, അടുത്ത ഒരു 8 ഓം റെസിസ്റ്റൻസുമായിട്ട് സീരീസ് ആണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R = R1 + R2, ദാറ്റ് ഈസ് 8 + 8 = 16 ഓം എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 30 ohm ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഇത് ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോബ്ലമാണ്. അത് 7 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലതവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക. അപ്പം മെയിനായിട്ട് ഇക്വേഷനാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു ഗാൽവനോമീറ്ററിനെ നമ്മൾ വോൾട്ട്മീറ്ററായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ ഇതാണ്, R = E/IG - G. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 30 ohm ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 10 milliampere. ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ വോൾട്ട്മീറ്റർ ഓഫ് റേഞ്ച് 0 to 12 volt? നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കുക, R = E/IG - G. അപ്പോൾ G എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. എത്രയാണ് തന്നിരിക്കുന്നത്, 30 ohm ആണ് തന്നിരിക്കുന്നത്. ഇനി വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ടല്ലോ 0 to 12. അപ്പോൾ 0 നിങ്ങൾ നോക്കേണ്ട, അതിൻ്റെ മാക്സിമം എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ E = എത്രയാണ് 12 volt. ഇനി IG, അപ്പോൾ IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിലെ കറണ്ടാണ് പറയുന്നത്. IG കറണ്ട് ത്രൂ ഗാൽവനോമീറ്റർ. പക്ഷേ അങ്ങനെ അവർ ക്വസ്റ്റ്യനിൽ തരത്തില്ല. അവരെന്താണ് തന്നിരിക്കുന്നത്, ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 30 ohm ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ കറണ്ടാണത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ IG = എന്തെന്ന് എഴുതുക, 10 milliampere എന്ന് എഴുതുക. ഇനി നമുക്ക് മില്ലി ആംബിയർ അല്ല, ആംബിയറിലേക്ക് അതിനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പം മില്ലി ആംബിയറിനെ ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അതിനെ 1000 കൊണ്ട് ഹരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 10 × 10⁻³ എന്ന് കൊടുത്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 10 × 10⁻³ എന്ന് ചെയ്യുക. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E എന്ന് പറഞ്ഞാൽ എന്താണ് 12, IG എന്താണ് 10 × 10⁻³ -30. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്തിട്ട് വേണം പിന്നെ അതിൽ നിന്നാണ് ഈ 30 മൈനസ് ചെയ്യേണ്ടത്. അല്ലാതെ 12 - 30 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ചെയ്യരുത്. ഇത് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇത് 30 മൈനസ് ചെയ്യുക. പിന്നെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 12 ചെയ്തിട്ട് ഈ 10 × 10⁻³ എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ കൊടുക്കണം. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക്
ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്, ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് എന്താണ്? വളരെ ലാർജ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്, 1170 ഓം റെസിസ്റ്റൻസ്. അപ്പോൾ 1170 ഓം ഇൻ സീരീസ് എന്നും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. സീരീസ് ആയിട്ട് വേണം ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് ഒരു ഗാൽവനോമീറ്ററിനെ നമ്മൾ അമ്മീറ്ററായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു സ്മോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ്, സ്മോൾ റെസിസ്റ്റൻസ് ആണ്, അതിനെ നമ്മൾ പാരലലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 50 ഓം ഗീവ്സ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ 5 milliampere. How it can be converted to an ammeter of range 0 to 5 ampere. സോ ഇതിൻ്റെ ഒരു ഇക്വേഷനും കൂടി നന്നായിട്ട് പഠിച്ചു വെക്കുക. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്മോൾ റെസിസ്റ്റൻസ് ആണ്. എന്ത് ചെയ്യണം? ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്മോൾ റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് എസ് ഈക്വൽ ടു IG ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ I മൈനസ് IG. സോ ഹിയർ ജി എത്രയാണ്? ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 50 ഓം ആണ്. ഇനി അമ്മീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാക്സിമം കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഐ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനോമീറ്റർ ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും. അതാണ് ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട്. IG ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 മില്ലി ആംപിയർ. മില്ലി ആംപിയറിനെ എന്ത് ചെയ്യണം? ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 5 ഇൻറ്റു 10⁻³ ആംപിയർ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 5 ഡിവൈഡഡ് ബൈ 1000 സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് ആൻസർ എഴുതുക 0.005 ആംപിയർ. ഇനി നേരെ എന്ത് ചെയ്യണം? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും, മിക്കവാറും 1 ഓമിനേക്കാൾ താഴെയായിട്ടുള്ള വാല്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ സ്മോൾ റെസിസ്റ്റൻസ്, ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 0.05 ഓം. അതെങ്ങനെ കണക്ട് ചെയ്യണം? പാരലായിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്.